സാറേ, പേജർ ആക്രമണം ഹിസ്ബുള്ളയെ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തി എന്ന് മൊസാദ് നടത്തി എന്ന് ഹിസ്ബുള്ള തന്നെ പറയുകയാണ്. അവരാണിത് ചെയ്തത് എന്ന് പറയുകയാണ്. കാരണം ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടി മൊബൈൽ ഉപയോഗിക്കുന്നതിന് പകരം ഹിസ്ബുള്ളയുടെ ആളുകൾ അനുയായികൾ ചെയ്തിരുന്നത് പേജറാണ് ഉപയോഗിച്ചത്. പേജർ അറിയാമല്ലോ സാറിന്, മൊബൈലൊക്കെ വരുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരുന്നതാണ്. ഈ പേജറിനകത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ചിട്ട് വലിയ തോതിലുള്ള ആക്രമണം നടത്തിയിരിക്കുകയാണ്. 9 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു. അത് ഒരേ സമയത്ത് ആസൂത്രണം ചെയ്ത് ഇത്രയധികം പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, ഇത് എങ്ങനെയാണ് ഇതിനകത്ത് നിറച്ചത്? 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, തായ്വാനിൽ നിന്നാണ് ഇവർ പേജർ ഇറക്കുമതി ചെയ്തത് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് ഇറാനാണല്ലോ ഇവർക്കുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും എല്ലാം കൊടുക്കുന്നത്. ഇറാനാണ് ഈ ഹിസ്ബുള്ളയ്ക്കുള്ള ആയുധങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇറാൻ ആണ്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറാനാണ് ഞെട്ടിയിരിക്കുന്നത്. ഇറാൻ ഇവരെ സഹായിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഇറാൻ ഞെട്ടിയിരിക്കുന്നു. കാരണം ഇതിൻ്റെ ഉൽപാദന വിതരണ സമയം മുതലേ അവിടെ മൊസാദിൻ്റെ സാന്നിധ്യം, കാരണം ഇതിനകത്ത് അത് സംഭവം നിറയ്ക്കണം, അത് നിറച്ചിട്ടുണ്ടെന്ന് അറിയാത്ത തരത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് അത് അറിയാതിരിക്കണം. അപ്പോൾ ഇറാനെ കൂടെ ബാധിക്കുന്ന ഒരു വിഷയമായി ഇത് മാറിയിരിക്കുകയാണ്. ലോകം ഞെട്ടിയിരിക്കുന്നത്. ഇങ്ങനൊരു ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇങ്ങനൊരു സ്ഫോടനം, ഇങ്ങനൊരു ആക്രമണം. ഈ സൈബർ ആൻഡ് ഇലക്ട്രോണിക് ആയപ്പോൾ അമേരിക്കയെക്കാണ്ടും ഭേദമാണ് ഇസ്രായേൽ. ബുദ്ധിമാന്മാരാണല്ലോ അവർ. കാരണം അത് നമ്മൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത് അവർക്ക് ആ ഒരു സ്കില്ലുണ്ട് അവർ. പിന്നെ മറ്റു മേഖലയിൽ അവർക്ക് പറ്റായിട്ടല്ല, അമേരിക്ക അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, പിന്നെ അവരത് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെന്തേ പലപ്പോഴും ചെയ്യാന്ന് വെച്ചാൽ, അമേരിക്ക ഇത് ഹാർഡ്വെയർ മേടിക്കുന്ന രാജ്യങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ്സും സോഫ്റ്റ്വെയറുകളും ഇവർ പ്രൊവൈഡ് ചെയ്യും. ഇസ്രായേൽ നമ്മൾ അമേരിക്ക വിമാനം മേടിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമുള്ള മിസൈലുകളൊക്കെ ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടി ചീപ്പായിട്ട് ഇസ്രായേൽ കിട്ടും. അപ്പം ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ മാരുതിയിൽ നിന്ന് ഒരു കാർ എടുക്കുകയാണ്. നമ്മൾ ആ കാർ എടുക്കുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് ഈ പറയുന്ന അപ്പോൾസ്റ്ററീസ് ഒന്നും ഫിറ്റ് ചെയ്യിപ്പിക്കില്ല. സാധാരണ റേറ്റ് കൂടുതലായി, സ്റ്റാൻഡേർഡ് റേറ്റ് ആയിരിക്കും. നമ്മളിവിടെ ഒരുപാട് ഈ കാർ, ഞാൻ ഏതെങ്കിലും പറയുന്നില്ല, ഏതെങ്കിലും ഒരുപാട് ഈ അപ്പോൾസ്റ്ററീസ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ സ്ഥാപനങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ 30% വരെ റേറ്റ് കുറവായിരിക്കും. നമുക്ക് ഇവിടെ ചെയ്യും. അപ്പോൾ അമേരിക്ക എക്യുപ്മെൻറ്റ്സ് പലരും മേടിച്ചിട്ട്, റഷ്യൻ എക്യുപ്മെൻറ്റ്സ് പലതും മേടിച്ചിട്ട് ഇവരിൽ നിന്നും ബാക്കി സാധനങ്ങൾ മേടിക്കാറുണ്ട്. ഫ്രാൻസിന്റെ ഹാർഡ്വെയർ മേടിക്കും, പല രാജ്യങ്ങളിൽ നിന്നും ചെറിയ ചെറിയ എക്യുപ്മെന്റ്സും സോഫ്റ്റ്വെയർ ഒക്കെ അവരോട് മേടിക്കും. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് താല്പര്യം, കാരണം ഈ സോഫ്റ്റ്വെയറിലെല്ലാം അവർക്കൊരു കൺട്രോൾ ഉണ്ടാവും, അതില്ലാതെ അവരൊന്നും ചെയ്യില്ല. അപ്പോൾ അവർക്ക് ഒരുപാട് ലോജിസ്റ്റിക് സപ്പോർട്ട് അങ്ങനെ അവർ ഇതിനകത്ത് ഈ പേജർ ഹാക്ക് ചെയ്തിട്ടുണ്ടാവും എന്നാണ്. അല്ല, ഇതെന്ന് വെച്ചാൽ ഇറാനിൽ ഓൾറെഡി നിങ്ങൾ മനസ്സിലായില്ലേ, ഇറാനിൽ ഇപ്പോൾ അടുത്ത് നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് ശരിക്കും ഒരു മൊസാദ് ഇൻഡയറക്റ്റ്ലി നടത്തിക്കൊണ്ടുവന്ന രാജ്യം പോലെ തോന്നും. കാരണം അവർക്ക് ഈ ഇസ്രായേൽ അവിടെ സ്ഥാപിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് മൊസാദാണ്. ഷായഡ് അണ്ടറിന് മൊസാദിന്റെ സ്വൈര്യ വിഹാരമായിരുന്നു. മൊസാദ് ഈ ജൂതനോട് എപ്പോഴും തിരിച്ചടി വരുമെന്ന് ആരും പറഞ്ഞുകൊണ്ടിരിക്കാൻ, ജൂതന്റെ ലൈഫ് തന്നെ തിരിച്ചടികളുള്ളതാണ്. തിരിച്ചടി കിട്ടും, പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് പിന്നെ അവിടുന്ന് പൊങ്ങി വരും. ഇതാണ് ജൂതന്റെ സ്വഭാവം. അപ്പോൾ ഈ ഇസ്ലാമിക് റവല്യൂഷൻ നടക്കുമെന്ന് തോന്നിയ സമയത്ത് എന്തിന് കുറച്ച് ആളുകൾ ഈ ഇസ്ലാമിസ്റ്റുകളായിട്ട് അങ്ങ് നിന്നിട്ടുണ്ടാവും, ഇവരെ ഏജന്റുമാർ. എന്നിട്ട് ഇവരെന്ത് ചെയ്യുക, ഇവരതിൻ്റെ ഉള്ളിൽ അതിശക്തമായ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ഏതൊരു ലോകത്ത് ഏതൊരു മുസ്ലിം രാജ്യത്ത് കളിക്കുന്നതിനേക്കാളും അവർക്ക് ഇറാനിൽ കളിക്കാൻ പറ്റും. ഇറാനിലെ പ്രധാനമന്ത്രി കൊലയപ്പെട്ടതാണെങ്കിലും പ്രസിഡന്റ് കൊലയപ്പെട്ടതാണെങ്കിലും ഇറാനിലെ ഈ പറഞ്ഞ ഹമാസിന്റെ തലവൻ കൊലയപ്പെട്ടതാണെങ്കിലും ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല. ഇറാന്റെ അറ്റോമിക് പ്ലാൻ ഏതുവരെ എത്തിയെന്ന് കൃത്യമായിട്ട് അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന അങ്ങനെ. പക്ഷേ ഇറാന്റെ ഏറ്റവും വലിയ ദുര്യോഗം ഇത് അവർക്ക് വീഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ആരെ സംശയിക്കുന്നവരെന്തായാലും സ്വയം സംശയിക്കേണ്ട അവസ്ഥയാണ്. അതെ അതെ. അപ്പോൾ 1, 2 താലിബാനെ US നിലനിർത്തി, നമ്മളന്ന് പറഞ്ഞു ഇത് ഹാൻഡ് ഇൻ ഗ്ലൗ ആണ്, അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ താലിബാന് കിട്ടുന്ന ആയുധങ്ങൾ അല്ലെങ്കിൽ താലിബാന് നന്നായിട്ട് ഇവരിപ്പോൾ നോഞ്ഞു കയറിയിട്ടുണ്ടാവും. പിന്നെ ബേസിക്കലി അമേരിക്ക ഉണ്ടാക്കിയ ഒരു സാധനമാണ് താലിബാൻ, ആവശ്യമാണ് നോഞ്ഞു കയറിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ പുറത്തുനിന്ന് വരുന്ന എക്യുപ്മെന്റ് വഴി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാം. ഇങ്ങനെ ആക്കുമ്പോൾ മുമ്പ് നടക്കാത്തതുകൊണ്ട് ഇവർ ആ രീതി വലിയ ചെക്കിങ് നടത്തിയിട്ടുണ്ടാവില്ല. പേജറിനുള്ളിൽ ഒരുപാട് സ്ഫോടക വസ്തുക്കളൊന്നും നിറയ്ക്കാൻ പറ്റില്ല, വളരെ ചെറിയ രീതിയിൽ. അതെ അതെ. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ സംശയിച്ചൊന്നും വരില്ല. അപ്പൊ ഈ ഒരു ലൂപ്പ് ഹോൾസ് ഒക്കെ അവർ ഉപയോഗിച്ചതായിരിക്കും. ഇപ്പൊ വിമാനം ബോംബായിട്ട് ഉപയോഗിക്കാമെങ്കിൽ, മിസൈലായിട്ട് ഉപയോഗിക്കാമെങ്കിൽ ഇതിങ്ങനെ ഉപയോഗിക്കാം. പക്ഷെ ഇത് വളരെ എന്താ പറയുന്നത്, മറ്റേതുപോലെയല്ല. ഇത്രയും ഈ ആയിരക്കണക്കിന് പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുക, അതിനകത്ത്
മൊസാദ് എവിടെയും നുഴഞ്ഞു അല്ല കയറുന്ന അസംബ്ലി ചെയ്യുന്ന യൂണിറ്റിൽ ഒരാളുണ്ടായാൽ മതി. ഒരാളുണ്ടായാൽ മതി. പക്ഷെ അത് കൃത്യമായി അവർ പ്ലാൻ ചെയ്തു അത് എന്നുള്ളതാണ്. പ്ലാൻ ചെയ്തു. അവിടുത്തെ പ്രസിഡന്റിന് ആരും അറിയാതെ വധിക്കാൻ പറ്റുമെങ്കിൽ ഇതെങ്ങനെ ഇത് പറ്റില്ല. അതൊരു വലിയൊരു കാര്യമൊന്നുമല്ല. അതായത് സാറേ, നമ്മളൊരു കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തതാണ്. അതായത് അടുത്ത ലക്ഷ്യം ഹിസ്ബുള്ളയാണ്. ഹമാസിനെ തീർത്തിരിക്കുന്നു. ഹമാസ് കഴിഞ്ഞു. ഞങ്ങൾ 11 മാസത്തെ യുദ്ധത്തിൽ ഞങ്ങൾ ഹമാസിനെ തീർത്തു. ഇനി അവരില്ല. ഇനി ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, നമ്മൾ ചർച്ച ചെയ്തതാണ്, ഇനി ലക്ഷ്യം വെക്കുന്നത് ഹിസ്ബുള്ളയാണ്. അപ്പോൾ ഈ ഹിസ്ബുള്ളയാണെന്നൊക്കെ പറഞ്ഞാൽ അപ്പം നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തു. പക്ഷെ അത് വെറും വാക്കല്ല എന്നിപ്പോൾ അവർ കാണിച്ചു കൊടുത്തിരിക്കുന്നു. അതാണ് അവർ ഇതൊക്കെ അവർക്ക് എന്നതാക്കണം എന്ന് അവർ തീരുമാനിച്ചാൽ മതി. അത് സെറ്റ് ചെയ്ത് ഇസ്രായേലിന്റെ പരിപാടി എന്ന് വെച്ചാൽ അവരെ യുദ്ധം തുടങ്ങുന്നതിന് 50 വർഷം മുമ്പ് അതിന് പണി തുടങ്ങി. 50 വർഷം മുമ്പ് പണി തുടങ്ങി. ആ പണി സമയത്തെത്തുമ്പോൾ അവർ ചെയ്തു. ഇപ്പം ഇന്ത്യ തന്നെ ഇഷ്ടം പോലെ മൊസാദിൻ്റെ ഏർമാരുണ്ടാവും. ഇന്ത്യയിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇന്ത്യയിൽ അവർക്ക് നെഗറ്റീവായ താല്പര്യങ്ങളൊന്നുമില്ല. പൊതുവേ ഒരു യുദ്ധം ഉണ്ടാകുന്ന ഒരു സാധ്യതയില്ലാത്ത സ്ഥലമാണ്. എങ്കിൽ പോലും അവർക്കുള്ള ലോജിസ്റ്റിക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇന്ത്യയിലുണ്ടാവും. നീ പല കമന്റുകൾ വായിക്കുമ്പോൾ തോന്നാറുണ്ട് ഇവരൊക്കെ പിന്നെ ഇസ്രായേലി ഇത് കമന്റിലുള്ള ക്രിസ്ത്യൻ സ്നേഹമോ RSS സ്നേഹമോ ഒന്നുമല്ല. ഇതിലുള്ള മൊത്തം ഇസ്രായേലി സ്നേഹം മാത്രം. ഇവിടെ ഇത്ര ജൂതന്മാരുണ്ടാവും. അപ്പൊ എല്ലാവരും അല്ല, പക്ഷെ അതിനെ ട്രിഗർ ചെയ്യുന്ന കുറച്ച് ആളുകളെങ്കിലും ഉണ്ടാവും. അത് നമ്മൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലുണ്ടാവും, പോലീസിലുണ്ടാവും, ബിസിനസ്സിലുണ്ടാവും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാവും. അപ്പൊ അവരുടെ ഇപ്പം നമ്മൾ അവരായിട്ട് നല്ല ബന്ധത്തിൽ നിൽക്കുന്ന സമയമല്ലേ, അവർ കൃത്യമായ പേരുകൾ ഒപ്പിക്കും. അപ്പൊ അവർക്ക് നമുക്കെതിരെ ഇതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം അവർക്കില്ല. അവർക്കെതിരെ ഇവിടുന്ന് എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ട്, അവർക്ക് അത് മണത്തറിയാൻ പറ്റും. അവരുടെ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇവിടെ വരുന്നത് വെച്ചാൽ അവർക്ക് ഒരു ഓപ്പറേഷൻ വളരെ കൃത്യമായിട്ട് നടത്താൻ പറ്റും. അതാണ് അതിൻ്റെ കാര്യം. അപ്പം ആ രീതിയിൽ ഇത് ഈ ഉള്ളൊരു വളരെ ഒരു ദിവസം കൊണ്ട് ഈ അറബ് രാജ്യങ്ങളുടെ പ്രശ്നം വെച്ചാൽ അവർക്ക് ഈ രീതിയിലുള്ള ഒരു കോപ്പറേഷൻ ഇല്ല. അവർ പരസ്പരം എങ്ങനെ മറ്റുള്ള പണി കൊടുക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അറബികളുടെ ബേസിക് വെച്ചാൽ അതൊന്നും മാറിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഐക്യമില്ലാത്ത അറബികളാണ് വളരെ വളരെ ചെറിയ എന്നാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അങ്ങേയറ്റ ഐക്യത്തോടെ നിൽക്കുന്ന ജൂതരാജ്യത്തിനെതിരെ കളിക്കുന്നത്. അതിൻ്റെ സ്വാഭാവികമായ പരിണതിയാണ്. ഇത് അവർക്ക് അമേരിക്കയിലും ചെയ്യാൻ പറ്റും. അമേരിക്ക ഫുൾ ഓഫ് മൊസാദാണ്. ഇങ്ങനെ ഒരു അറ്റാക്കിംഗ് രീതി ആദ്യമായിട്ടാണ് പ്രയോഗിക്കുന്നത്. നിങ്ങൾ എന്താ കാണാതിരിക്കുന്നത്? റഷ്യയുടെ പരിപാടി ബേസിക്കലി വിഷം കുത്തിവെക്കലാണ്. അതെ അതെ, അതാണ് വിഷമാണ്. ഇവരെല്ലാ വഴിയും ഉപയോഗിക്കും. പിന്നെ മൊസാദിന്റെ കാര്യം, മൊസാദ് പരമാവധി ആളുകളെ കൊല്ലാറില്ല, ചീത്തപ്പേരുണ്ടാക്കാൻ നോക്കാറുണ്ട് അവർ. ഒരു വഴിയില്ലെങ്കിൽ മാത്രമാണ് അവർ മൊസാദ് റഷ്യ കൊന്നുകളയും. അതെ അതെ, KGB ഒരാടി കൊന്നുകളയും, ലിക്വിഡേറ്റ് ചെയ്യാന്നുള്ളത്. ഇവർ ലിക്വിഡേറ്റ് ചെയ്യല്ല. ഇവർ CIA ഒക്കെ പരമാവധി ആളുകളെ അവരെ വഴിക്ക് കൊണ്ടുവരാൻ നോക്കും. ഒരു വഴിയില്ലെങ്കിൽ മാത്രമാണ് അവർ ചീത്തപ്പേര് നോക്കുള്ളൂ. ഇതും മരണസംഖ്യ കുറവാണ്, പക്ഷെ പരിക്കേറ്റ ഒരു പേടിയുണ്ട്, പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നുണ്ട്. പാനിക് സിറ്റുവേഷൻ ഒരുപാട് പേരുടെ നില ഗുരുതരമായി തുടരുന്നുണ്ട്. പ്രധാനപ്പെട്ട ലീഡേഴ്സിനെല്ലാം ഈ കയ്യിൽ സാധനം ഉണ്ടാവും. ലീഡേഴ്സ് അതിനകത്ത് മരിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഏത് എക്യുപ്മെന്റ് വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ മാറ്റി തീർക്കാം. സൗണ്ട് ഉപയോഗിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ സാധനങ്ങളുണ്ട്. വളരെ ഹൈ ഫ്രീക്വൻസിയിലോ സൗണ്ട് വന്നാൽ നമ്മളിപ്പം ഇത് കണ്ടില്ലേ, വലിയ പിള്ളേരൊക്കെ എടുത്ത പാട്ടുകളൊക്കെ ചുമരൊക്കെ ബും അടിക്കില്ലേ, ആ രീതി കാര്യങ്ങൾ മൊബൈലിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു കോള് വന്ന് നിങ്ങളെടുക്കുമ്പോൾ ഹൈ ബീവിൽ ഒരു സൗണ്ട് നിങ്ങൾ ചെവിയിൽ വന്ന് നിങ്ങൾ അടിച്ചു. ഇത് അപകടമാണ് ഈ സാധനമൊക്കെ. പക്ഷെ നമുക്കൊന്നും അങ്ങനെ വലിയ ശത്രുക്കളില്ലല്ലോ. നമ്മളിപ്പോൾ ഇന്റർനാഷണൽ പൊളിറ്റിക്സിലോ പട്ടാളത്തിലോ ഒന്നും ഇടപെടുന്ന ആളുകൾ, മീഡിയയിലാണെങ്കിൽ പോലും നമ്മൾ ആരെയും കയറി ഉപദ്രവിക്കാനോ ഒന്നും പോകാറില്ല. നമ്മളൊരു പൊതുവെ അഭിപ്രായം നമുക്കൊന്നും അങ്ങനെ ശത്രുക്കളില്ലാത്തതുകൊണ്ടാണ്. നമ്മളാരെങ്കിലും ഇവിടെ ടാർഗറ്റാണ് വേണേൽ ഇവർക്ക് ഇങ്ങനെ തട്ടാം. പക്ഷെ നമ്മളെന്ത് തട്ടണ ഇവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയും ടെക്നോളജി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ തട്ടാൻ എന്തൊക്കെ വഴിയുണ്ട്? നമ്മളെ തട്ടേണ്ട ആവശ്യമില്ല. അതേ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ. പക്ഷെ അതേസമയം തന്നെ ഈ മിലിറ്ററി ഇന്റലിജൻസിലുള്ള ഒരാളോ അല്ല വലിയ വ്യവസായിയോ അല്ല അഗ്രസീവ് ആയിട്ടുള്ള വ്യവസായിയോ അതല്ലെങ്കിൽ ഇവർക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ നേതാവൊക്കെയാണ് അവർക്ക് ഇങ്ങനെ തട്ടാൻ പറ്റും. അപ്പൊ അതിനൊക്കെയുള്ള എക്യുപ്മെന്റ്സ് റെഡിയാണ്. നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെ നമുക്കെതിരെ ഉപയോഗിക്കാൻ പറ്റും. അതാണ് അവരിപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത്. അതായത് മൊബൈൽ ഉപയോഗിക്കരുത്, ആശയവിനിമയത്തിന് നമ്മൾ മൊബൈൽ ഉപയോഗിക്കരുത്. ഞാൻ അടുത്ത കാലത്ത് ഇസ്രായേലിനെ പറ്റി കേട്ട സംഭവം എവിടെ വായിച്ചതെന്ന് വെച്ചാൽ ഈ ബയോടെക്നോളജി വെപ്പൺസിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അറബ് DNA ഉള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊല്ലാനുള്ള സാധനമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട വീഡിയോ ഞാൻ വായിച്ചത്. അതായത് ഇപ്പം ബയോടെക്നോളജിയും ഈ പറയുന്ന വാർ ടെക്നോളജിയും കൂടി ഒരുമിച്ച് വന്നിട്ട് എന്നിട്ട് അറബ് DNA ഉള്ള ആളുകളെ കണ്ടുപിടിച്ചിട്ട് അവരെ മാത്രം തീർക്കുന്ന വെപ്പൺസ് വന്നിട്ടുണ്ടാവും.